നവകേരള സദസ്സിന് ഇന്ന് എറണാകുളം ജില്ലയിൽ സമാപനം. ഇന്നത്തെ പര്യടനം തൃപ്പൂണിത്തുറ, കുന്നത്തുനാട് മണ്ഡലങ്ങളിലാണ്. വിശദാംശങ്ങളുമായി സാലി ചേരുന്നു. സാലി, ഇന്നലെ പുതുവർഷത്തിൽ മാറ്റിവെച്ച നവകേരള സദസ്സിന് വലിയ ജനപങ്കാളിത്തം തന്നെയാണ് ഉണ്ടായത്. പിറവത്തൊക്കെ നമ്മളത് കണ്ടതാണ്. 10,000-ന് മുകളിൽ ആളുകൾ വളരെ നേരത്തെ തന്നെ വരുന്നൊരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ഇന്നത്തെ സംഭവവികാസങ്ങൾ അല്ലെങ്കിൽ ഇന്നത്തെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ എന്തൊക്കെയാണ്? പിന്നെ നമുക്കൊക്കെ അറിയുന്ന പോലെ ഡിസംബർ 9-ന് CPI സംസ്ഥാന സെക്രട്ടറി എന്ന കാനം രാജേന്ദ്രൻ്റെ നിര്യാണത്തെ തുടർന്നാണ് 4 മണ്ഡലങ്ങളിലെ നവകേരള സദസ്സുകൾ അന്ന് നടക്കാതെ പോയത്, മാറ്റിവെക്കേണ്ടി വന്നത്. അതിൽ 4 എണ്ണമാണ് ഇന്നലെയും ഇന്നുമായി നടക്കുന്നത്. ഇന്നലെ തൃക്കാക്കര മണ്ഡലത്തിലും പിറവം മണ്ഡലത്തിലും വൈകിട്ട് നവകേരള സദസ്സുകൾ നടന്നു. ഇന്ന് നടക്കാനുള്ളതിന് തൃപ്പൂണിത്തുറയിലും കുന്നത്തുനാടുമാണ്. തൃപ്പൂണിത്തുറ ക്ഷേത്ര മൈതാനിയിൽ വൈകിട്ട് 4-നും ഒപ്പം തന്നെ കുന്നത്തുനാട് മണ്ഡലത്തിലേത് കോലഞ്ചേരി സെൻറ്റ് പീറ്റേഴ്സ് കോളേജ് ഗ്രൗണ്ടിലും വൈകിട്ട് 5:30-ക്കും അങ്ങനെയാണ് പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്നലെ നമ്മളൊക്കെ കണ്ടതുപോലെ വലിയ ജനസഞ്ചയമാണ് ഈ 2 മണ്ഡലങ്ങളിൽ ഇന്നലെ പൂർത്തിയായ തൃക്കാക്കരയിലും ഒപ്പം തന്നെ പിറവത്തും കാണാൻ കഴിഞ്ഞത്. അത് സമാന രീതിയിൽ തന്നെ ഇന്നും വലിയ ജനക്കൂട്ടം ഉണ്ടാവും എന്ന കാര്യത്തിൽ തർക്കമില്ല. മുഖ്യമന്ത്രി അത് പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയും ചെയ്തു. വലിയ അപവാദ പ്രചരണങ്ങൾ ചില മാധ്യമങ്ങളും പ്രതിപക്ഷവും യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഇതിനെതിരെ ഉന്നയിക്കും. ഈ സദസ്സിനെതിരെ ആരോപണങ്ങളായി പുറത്തുവിട്ടു, ഉന്നയിച്ചു. പക്ഷേ അതൊന്നും ഒരു തരത്തിലും ജനം ചെവിക്കൊണ്ടില്ല എന്നുള്ളൊരു തെളിവാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം നവകേരള സദസ്സ് വീണ്ടും ജനങ്ങളിലേക്ക് ഇറങ്ങിയപ്പോൾ ഉണ്ടായ ജനസഞ്ചയം, ജനപങ്കാളിത്തം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതിനർത്ഥം വലിയ ആത്മവിശ്വാസത്തിലാണ് ഇടത് ക്യാമ്പ്, വിശേഷിച്ച് സർക്കാർ. മുഖ്യമന്ത്രിയും മന്ത്രിമാരും അക്കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇപ്പോഴും ഒരു കാര്യം പറയുന്നുണ്ട്: പ്രതിപക്ഷത്തിൻ്റെ സഹകരണമായിരുന്നു ഞങ്ങൾ കാംക്ഷിച്ചത്, പക്ഷേ അവർ നിസ്സഹകരിക്കുകയും ബഹിഷ്കരിക്കുകയും ചെയ്യുന്ന സമീപനമാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് ഈ നാടിൻ്റെ പൊതുവായ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനും ജനങ്ങളുമായി സംവദിക്കാനും കിട്ടിയ ഒരു അവസരത്തെ ഉപയോഗപ്പെടുത്താനായിരുന്നു പ്രതിപക്ഷം ശ്രമിക്കേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ അതിന് പ്രതിപക്ഷം സഹകരിക്കാത്ത സമീപനമാണ് സ്വീകരിച്ചത്. അതിൻ്റെ നഷ്ടം നാടിന് തന്നെയാണ്. പക്ഷേ അത് സഹകരിക്കുന്നില്ല. ആ സഹകരിക്കാത്ത സാഹചര്യവും കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകളും തുറന്നു കാട്ടിക്കൊണ്ട് തന്നെ നവകേരള സദസ്സുകൾ കടന്നു വന്നു. ഇന്ന് നവകേരള സദസ്സ് പൂർത്തിയാവുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 140 മണ്ഡലങ്ങളിലെ നവകേരള സദസ്സ് ഇന്ന് വൈകിട്ട് 2 മണ്ഡലങ്ങൾ കൂടി നടക്കുന്നതോടെ പൂർത്തിയാകും. ഇന്നലെ ചെറിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ പ്രതിഷേധവും ഒക്കെ നടത്തിയ ആളുകൾ, അതായത് വാഹനത്തിന് നേരെ കരിങ്കൊടി വലിച്ചെറിയാനും മറ്റും ശ്രമിച്ച ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആ അറസ്റ്റ് ചെയ്ത ആളുകളെ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ രാത്രി ഉപരോധിച്ചു. അങ്ങനെ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ജനങ്ങൾക്കിടയിൽ നിന്ന് വലിയ ആവേശകരമായ അനുഭവം ഉണ്ട് എന്ന് തന്നെയാണ് സർക്കാർ വിലയിരുത്തുന്നത്. നമുക്കും അത് കാണാൻ കഴിയുന്നത്. അത്തരത്തിൽ തന്നെ വലിയ ജനക്കൂട്ടം ഈ ഇന്നലെ നടന്ന 2 പരിപാടിയിലും, അതായത് മുൻപ് നമ്മൾ കണ്ടതുപോലെ തന്നെ ഇന്നലത്തെ പരിപാടിയിലും ആളുകളുണ്ടായിരുന്നു. ഇന്നും സമാന സാഹചര്യം തന്നെയാവും ഉണ്ടാവുക എന്ന കാര്യത്തിൽ തർക്കമില്ല. ബിനു, സാലി, അതോടൊപ്പം തന്നെ ഇന്ന് തൃപ്പൂണിത്തുറ, കുന്നത്തുനാട് മണ്ഡലങ്ങളിലാണ് ഇത് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അക്രമത്തിന് ആഹ്വാനം ചെയ്യുന്ന സാഹചര്യം നമ്മൾ കണ്ടു. അതായത് തിരിച്ചടിക്കുമെന്ന രീതിയിലൊക്കെ ഭയങ്കരമായ അക്രമത്തിനുള്ള ആഹ്വാനം നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുന്നത്തുനാട്, തൃപ്പൂണിത്തുറ മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ സുരക്ഷ എത്രമാത്രം ശക്തമാക്കിയിട്ടുണ്ട്, അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? സാധാരണ നവകേരള സദസ്സിനുണ്ടായിരുന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ ഇന്നുമുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം പ്രത്യേകിച്ച് പിന്നെ സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷ നേതാവ് ഒരു തരത്തിൽ അക്രമത്തിന് ആഹ്വാനം ചെയ്യുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ വലത് നേതാക്കളുടെ, UDF നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളത് ഗൗരവത്തോടെയാണ് പോലീസ് കാണുന്നത്. അതുകൊണ്ട് എന്തും ചെയ്യാം എന്നൊരു തരത്തിലേക്ക് ചില ആളുകൾ എത്തിയിട്ടുണ്ട് എന്നാണ് വിലയിരുത്തൽ. അതിൻ്റെ ഭാഗമായി ചില കരുതൽ തടങ്കലുകളും ചില അറസ്റ്റുകളും ഒക്കെ നടത്തുന്നുമുണ്ട്. എറണാകുളത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് മറ്റു ജില്ലകളെ അപേക്ഷിച്ച് UDFന് താരതമ്യേന ശക്തിയുള്ള ഒരു പ്രദേശം കൂടിയാണ് എന്നത് വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിൻ്റെ ജില്ല എന്ന നിലയ്ക്ക് പ്രതിപക്ഷ നേതാവിൻ്റെ ജില്ലയിൽ വന്നിട്ട് കാര്യമായ പ്രതിഷേധമുണ്ടാകാതെ നവകേരള സദസ്സ് വിജയകരമായി പോകുന്നത് പ്രതിപക്ഷ നേതാവിന് വ്യക്തിപരമായ ഒരു നഷ്ടം കൂടിയാവും എന്ന വിലയിരുത്തലാണ് UDFന് പ്രതിപക്ഷ നേതാവിന് വ്യക്തിപരമായിട്ടുള്ളത്. അതുകൊണ്ട് എറണാകുളം ജില്ലയിൽ ഇപ്പോൾ നവകേരള സദസ്സ് അവസാനത്തിലേക്ക് എത്തുമ്പോൾ ചില പ്രതിഷേധങ്ങൾ, അത് അതിര് കടന്ന പ്രതിഷേധങ്ങളിലേക്ക് പോയേക്കാം എന്ന് വിലയിരുത്തൽ സർക്കാരിനുണ്ട്, പോലീസിനുണ്ട്. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുമുണ്ട്. ഇന്നലെയും നമ്മളത് കണ്ടതാണ്. ഇന്നും സമാന രീതിയിൽ നല്ല തോതിൽ തന്നെ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. സാലി, അതോടൊപ്പം തന്നെ ഈ
തൃപ്പൂണിത്തറ എത്ര മണിക്കാണ്, അതോടൊപ്പം തന്നെ കുന്നത്തുനാട് അവിടെയും എത്ര മണിക്കാണ് ഈ പരിപാടികൾ നടക്കുക, അതോടൊപ്പം തന്നെ രാവിലെയുള്ള മറ്റ് ചടങ്ങുകൾ അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അതായത് മുൻപ് നവകേരള സദസ്സുകളിൽ നടന്നതുപോലെയുള്ള പ്രഭാത യോഗങ്ങൾ ഈ മാറ്റിവെച്ച നവകേരള സദസ്സുകളിലില്ല. ഇന്നലെ ഉണ്ടായിരുന്നില്ല, ഇന്നുമില്ല. ഇന്ന് മുഖ്യമന്ത്രിക്ക് നഴ്സിംഗ് കോളേജിൻ്റെ ഒരു വാർഷികാഘോഷ പരിപാടിയാണ് രാവിലെയുള്ള മുഖ്യമന്ത്രിയുടെ ഒരു പരിപാടി. അല്പസമയത്തിനകം മുഖ്യമന്ത്രി ടൗൺ ഹാളിൽ വേദിയിലെത്തുകയും ചെയ്യും. മറ്റ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട പരിപാടികൾ ഉച്ചയ്ക്ക് ശേഷം മാത്രമേ ഉള്ളൂ. അത് ആദ്യത്തേത് തൃപ്പൂണിത്തുറ പുതിയകാവ് ക്ഷേത്ര മൈതാനിയിൽ ഉച്ചയ്ക്ക് ശേഷം 2 മണിക്കാണ് പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രി ഒരു 3 മണിക്ക് ശേഷം വേദിയിലെത്തും എന്നാണ് കരുതുന്നത്. ഈ യോഗം നവകേരള സദസ്സ് ആരംഭിക്കുന്നതിന് 3 മണിക്കൂർ മുമ്പ് തന്നെ പരാതികളും നിവേദനങ്ങളും സ്വീകരിക്കാനുള്ള കൗണ്ടറുകൾ പ്രവർത്തിച്ചു തുടങ്ങുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഈ കൗണ്ടറുകൾ എല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട്. ആ കൗണ്ടറുകളിൽ എല്ലാ ക്രമീകരണങ്ങളുമുണ്ട്. സ്ത്രീകൾക്ക്, കുട്ടികൾക്ക്, ഭിന്നശേഷിക്കാർക്കൊക്കെ പ്രത്യേകമായി പരാതി നൽകാനുള്ള സെപ്പറേറ്റ് കൗണ്ടേഴ്സ് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അതെല്ലാം ക്രമീകരണങ്ങൾ പൂർത്തിയാണ്. ആ 2 മണ്ഡലങ്ങളിലും, അത് തൃപ്പൂണിത്തുറയാണെങ്കിലും കോലഞ്ചേരി ആണെങ്കിലും, അതായത് കുന്നത്തുനാടാണെങ്കിലും സമാന രീതിയിൽ തന്നെ കൗണ്ടറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ പരാതികൾ, നിവേദനങ്ങൾ എന്നിവ സ്വീകരിക്കുന്ന പ്രക്രിയ വൈകാതെ തന്നെ ആരംഭിക്കുകയും ചെയ്യും. കൃത്യമായി 2:30-3 മണിയോടുകൂടി മന്ത്രിമാർ പ്രസംഗിച്ചു തുടങ്ങും. ആദ്യത്തെ യോഗത്തിൽ തൃപ്പൂണിത്തുറയിൽ. ഉച്ചയ്ക്ക് ശേഷമുള്ള 2ാമത്തെ യോഗത്തിൽ കോലഞ്ചേരി സെൻറ്റ് പീറ്റേഴ്സ് കോളേജ് ഗ്രൗണ്ടിൽ കുന്നത്തുനാട് മണ്ഡലത്തിലേത് അതൊരു 4 മണിയോടുകൂടി മന്ത്രിമാർ പ്രസംഗിച്ചു തുടങ്ങും. ഒരു 5:30യോടുകൂടി മുഖ്യമന്ത്രി വേദിയിലെത്തും എന്നാണ് കരുതുന്നത്. ഇതിൻ്റെ സമാപനം കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ മാറ്റിവെച്ച മണ്ഡലങ്ങളിലെ നവകേരള സദസ്സാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുന്നത്തുനാട് ആണ് അവസാനം നടക്കുക. അതിലൊരു സമാപന രീതിയിലുള്ള എന്തെങ്കിലും ചടങ്ങുകളുണ്ടോ? ഇല്ല, പിന്നെ അത്തരത്തിലൊരു ക്രമീകരണങ്ങളില്ല. അതായത് സാധാരണ നിലയിൽ നവകേരള സദസ്സുകൾ പൂർത്തിയാകുന്ന ഓരോ മണ്ഡലത്തിലും പൂർത്തിയായ അതേ പാറ്റേൺ തന്നെയാണ് ഏറ്റവും അവസാനത്തെ മണ്ഡലത്തിലും ക്രമീകരിച്ചിരിക്കുന്നത്. കാരണം ഇതൊരു സമാപനം എന്ന സ്വഭാവത്തിലേക്ക് ഈ അവസാനത്തെ മണ്ഡലം കരുതുന്നില്ല. കാരണം അത് ഇടയ്ക്ക് മാറ്റിവെച്ചതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് മാറ്റിവെച്ച ഒരു നവകേരള സദസ്സ് പിന്നീട് നടത്തുന്നു എന്നേ ഉള്ളൂ. ഇതിൻ്റെ ഒരു സമാപനം അങ്ങനെ ഒരു വലിയ ആഘോഷ പരിപാടിയായിട്ടോ അങ്ങനെ ക്രമീകരിച്ചിട്ടില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഈ മണ്ഡലങ്ങളിൽ ഇപ്പം ഇന്നലെ നടന്ന 2 മണ്ഡലവും ഇന്ന് നടക്കുന്ന തൃപ്പൂണിത്തുറ UDF മണ്ഡലങ്ങളാണ്. കുന്നത്തുനാട് ഇടതു മണ്ഡലമാണ്. അപ്പോൾ ആ സ്വഭാവത്തിലുള്ള ഒരാൾക്കൂട്ടവും ജനസഞ്ചയവും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും അഭിവാദ്യം അർപ്പിക്കാനോ അവരെ കാണാനൊക്കെ എത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അത് ഇന്നലെയും കണ്ടതാണ്. UDF മണ്ഡലങ്ങളിൽ പോലും മുഖ്യമന്ത്രിയെയും മന്ത്രിമാരും കാണാനും വലിയ തോതിൽ ജനക്കൂട്ടം എത്തിയിരുന്നു. അത് ആ മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ സ്വഭാവം എന്താണെങ്കിലും രാഷ്ട്രീയത്തിന് അതീതമായി സർക്കാരിനെ കേൾക്കാനും കാണാനും ആളുകൾ എത്തുന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അത് UDF പക്ഷപാതികളായ ആളുകൾ പോലും, സാധാരണ മനുഷ്യർ ഇത്തരം യോഗങ്ങളിലേക്ക്, നവകേരള സദസ്സുകളിലേക്ക് എത്തുന്നുണ്ട്. അത് ഇന്നും ഉണ്ടാകും എന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു സമാപനത്തിൻ്റേതായ ഒരു രീതിയിലുള്ള വലിയ പരിപാടികൾ ഇന്ന് ക്രമീകരിച്ചിട്ടില്ല. ഇന്നൊരു സാധാരണ നവകേരള സദസ്സിൻ്റെ ഒരു പരിപാടി, ഒരു മണ്ഡലത്തിലെ പ്രോഗ്രാം എന്ന് മാത്രമാണ് അവസാനത്തെ പരിപാടിയും ക്രമീകരിച്ചിരിക്കുന്നത്.